Hello everyone, once again welcome back to my YouTube channel. ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് എക്സ്ട്രാ മാരിറ്റൽ അഫയേഴ്സ് ഉണ്ടാകുന്നതിനുള്ള പ്രധാനപ്പെട്ട റീസൺസ്. അതായത് ഒരു വ്യക്തിക്ക് അവരുടെ ലൈഫിൽ എക്സ്ട്രാ മാരിറ്റൽ അഫയേഴ്സ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനവർക്ക് അവരുടേതായിട്ടുള്ള ഒരുപാട് റീസൺസ് പറയാനുണ്ടായിരിക്കും. ഇങ്ങനെ എക്സ്ട്രാ അഫയേഴ്സിലേക്ക് പോകുന്ന ആൾക്കും അതുപോലെ തന്നെ ആ വ്യക്തിയുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിക്കും ഇതൊരുപോലെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളതാണ് വാസ്തവം. എന്നിരുന്നാലും ഇതിന് പ്രത്യേകമായിട്ടുള്ള റീസൺസ് അല്ലെങ്കിൽ ഇതിന് ചില കാരണങ്ങൾ വരുന്നുണ്ട്. അപ്പൊ ആ കാരണങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഒന്നാമത്തെ റീസൺ പലപ്പോഴും ഇമോഷണൽ കണക്ഷൻ അല്ലെങ്കിൽ ഒരു അസംതൃപ്തി, മാനസികമായിട്ടുള്ള ഒരു അസംതൃപ്തിയാണ് പലപ്പോഴും ഒരു വ്യക്തി ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയെ മറികടന്ന് മറ്റൊരു റിലേഷൻഷിപ്പിലേക്ക് പോകാൻ കാരണമാവുന്നത്. അതായത് വൈകാരികമായ ഒരു അസംതൃപ്തി എന്ന് വേണമെങ്കിൽ പറയാം. ഫോർ എക്സാമ്പിൾ, ഇത് പല റീസൺ അല്ലെങ്കിൽ പല രീതിയിലാണ് വരിക. ചിലപ്പോൾ സംസാരിക്കാനുള്ള ഒരു സംസാരം കുറഞ്ഞത് കൊണ്ടുണ്ടായതായിരിക്കാം, അല്ലെങ്കിൽ അവരുദ്ദേശിക്കുന്ന രീതിയിലുള്ള ഒരു സംസാരം ഇല്ലാത്തതായിരിക്കാം, അല്ലെങ്കിൽ അവർക്ക് തോന്നുകയാണ് സ്നേഹം കിട്ടുന്നില്ല അല്ലെങ്കിൽ സ്നേഹിക്കപ്പെടുന്നില്ല എന്നുള്ളത് തോന്നുമായിരിക്കാം. ഇങ്ങനെ പല റീസൺ ആണ് അല്ലെങ്കിൽ പല രീതിയിലാണ് ഇങ്ങനെ ഒരു വൈകാരികമായിട്ടുള്ള ഒരു അസംതൃപ്തി എന്നതിലേക്ക് എത്തിക്കുന്നത്. സോ പലപ്പോഴും എക്സ്ട്രാ മാരിറ്റൽ അഫയേഴ്സിലേക്ക് പോകുന്നതിന് കാരണമാകുന്ന ഒരു റീസൺ എന്ന് പറയുന്നത് ഇമോഷണലി ഉണ്ടാകുന്ന ഒരു അറ്റാച്ച്മെന്റ് ഇല്ലായ്മ അല്ലെങ്കിൽ ഒരു ഡിസ്കണക്ഷൻ എന്ന് വേണമെങ്കിൽ പറയാം. ഇതാണ് പലപ്പോഴും ഉണ്ടാകുന്ന റീസൺ. ഇനി രണ്ടാമത്തെ ഒരു റീസൺ ആണ് ഒരു റിലേഷൻഷിപ്പ് ഒട്ടും തന്നെ അപ്ഡേറ്റഡ് ആയി കൊണ്ടുപോകാൻ സാധിക്കുന്നില്ല. ഒരു പുതുമയോ അല്ലെങ്കിൽ ഒരു ത്രില്ലോ അല്ലെങ്കിൽ ഒരു ഹാപ്പിനെസ്സോ ഒന്നും നിലനിർത്താൻ പറ്റാതെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നുണ്ടെങ്കിൽ പലപ്പോഴും ഇങ്ങനെയുള്ള ആളുകളും മറ്റൊരു റിലേഷൻഷിപ്പിലേക്ക് പോകാറുണ്ട്. അതായത് ഒരു ഹാപ്പിനെസ് എന്ന് പറയുന്ന ഒരു സാധനമേ അവർക്ക് ആ റിലേഷൻഷിപ്പിൽ ഫൈൻഡ് ചെയ്യാനോ ക്രിയേറ്റ് ചെയ്യാനോ സാധിക്കുന്നില്ല. ഒരു പുതുമയൊന്നും ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഒരു മടുപ്പായ ഒരു രീതിയിലാണ് ഒരു കംപ്ലീറ്റ് ലൈഫ് സ്റ്റൈൽ, ഒരു റൊട്ടീൻ പോകുന്നത് എന്നുണ്ടെങ്കിൽ പലപ്പോഴും ആ റിലേഷൻഷിപ്പിൽ അവർക്കൊരു മടുപ്പ് അനുഭവപ്പെടുകയാണ്. അപ്പോൾ ഇങ്ങനെ ഉണ്ടാകുന്ന ഒരു മടുപ്പ് കാരണം മറ്റൊരു റിലേഷൻഷിപ്പിലേക്ക് പോകുന്ന ആളുകളും ഉണ്ട്. നെക്സ്റ്റ് വൺ, ഒരു റിലേഷൻഷിപ്പിൽ നിന്നും കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു കാര്യവും കിട്ടുന്നില്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ, ഓപ്പോസിറ്റ് നിൽക്കുന്ന അല്ലെങ്കിൽ മറ്റൊരു വ്യക്തിയിൽ നിന്നും അത് കിട്ടുന്നുണ്ട് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അങ്ങോട്ട് ഡൈവേർട്ട് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. അതായത് ഒരു റിലേഷൻഷിപ്പിൽ ആവശ്യമുള്ള ഒരുപാട് കാര്യങ്ങളുണ്ടായിരിക്കും. ഒരു സ്ത്രീയെ സംബന്ധിച്ചാണെങ്കിലും പുരുഷനെ സംബന്ധിച്ചാണെങ്കിലും അവർക്കൊക്കെ കിട്ടേണ്ട ഒരു കൺസിഡറേഷൻ അല്ലെങ്കിൽ അവർ കൺസിഡർ ചെയ്യപ്പെടുന്നുണ്ട്, ഒരു അറ്റൻഷൻ അല്ലെങ്കിൽ റെസ്പെക്ട്, ലവ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു കാര്യങ്ങളും അവർക്ക് ആ റിലേഷൻഷിപ്പിൽ നിന്നും കിട്ടുന്നില്ല. തികച്ചും ഒരു അസംതൃപ്തിയാണ് ആ റിലേഷൻഷിപ്പിൽ എന്ന് വിചാരിക്കുക. ഇത് മറ്റൊരു വ്യക്തിയിൽ നിന്നും കിട്ടുന്നു എന്ന് അവർക്ക് തോന്നുന്നുണ്ടെങ്കിൽ അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യാനുള്ള അല്ലെങ്കിൽ അങ്ങോട്ട് ഒരു ചായാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ഇങ്ങനെ ഉണ്ടാവുന്ന കേസുകളിലും പലപ്പോഴും അതൊരു എക്സ്ട്രാ മാരിറ്റൽ അഫയേഴ്സ് ആയിട്ട് മാറാനുള്ള സാധ്യത കൂടുതലാണ്. നെക്സ്റ്റ് വൺ, രണ്ട് വ്യക്തികൾക്കും സ്വഭാവത്തിലും ആഗ്രഹങ്ങളിലും ലക്ഷ്യങ്ങളിലും ഒന്നും ഒരു ചേർച്ചയില്ലാതെയാണ്. എല്ലാ കാര്യങ്ങളും രണ്ട് വിപരീത ദിശയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു രീതിയിലും അവർക്ക് ഒരു അഡ്ജസ്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ഒന്നിലും ഒരു മാച്ച് എന്ന് പറയുന്ന ഒരു കാര്യം കണ്ടെത്താനോ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ പലപ്പോഴും അവിടെ ഡിസഗ്രിമെന്റ്സ് കൂടുതലായിരിക്കും. അതായത് എപ്പോഴും ഒരു വിമർശനമോ അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വാശി പിടിക്കാനോ തർക്കിക്കാനോ സമയം ഉണ്ടായിരിക്കുള്ളൂ. സോ ഇത്തരത്തിൽ ഒരു കാര്യത്തിലും ഒരു ചേർച്ചയില്ലാതെയാണ് ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് അല്ലെങ്കിൽ പോകുന്നത് എന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള അവസരങ്ങളിലും പലപ്പോഴും എക്സ്ട്രാ മാരിറ്റൽ അഫയേഴ്സിലേക്ക് പോകാനുള്ള സാധ്യത ചില ആളുകളിൽ കണ്ടുവരാറുണ്ട്. ഫൈനലി, ഒട്ടും തന്നെ സംസാരിക്കാതിരിക്കുന്നു. അതായത് കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് അല്ലെങ്കിൽ പ്രോപ്പറായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാതിരിക്കുക. ഇതും അടുപ്പക്കുറവ് അല്ലെങ്കിൽ താല്പര്യക്കുറവ് അല്ലെങ്കിൽ പരസ്പരം മനസ്സിലാക്കാൻ സാധിക്കാതിരിക്കുക, തെറ്റിദ്ധാരണ, ഇങ്ങനെയുള്ള കാരണങ്ങൾക്കൊക്കെ റീസൺ ആകും അല്ലെങ്കിൽ കാരണമാകും എന്നുള്ളതാണ്. സ്വാഭാവികമായിട്ടും ഇഷ്ടം കുറയും അല്ലെങ്കിൽ ഒരു അടുപ്പം തോന്നാതിരിക്കും. അങ്ങനെ ഉണ്ടാകുന്ന സാഹചര്യങ്ങളിലും മറ്റൊരു എക്സ്ട്രാ മാരിറ്റൽ അഫയേഴ്സിലേക്കുള്ള സാധ്യത കൂടുതലാണ്. അപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ റീസൺസ് ആണ്. ഇതിനെല്ലാം ഇതിൽ തന്നെ ഒരു സൊല്യൂഷനും ഉണ്ട് എന്നുള്ളതാണ്. ഇപ്പൊ സംസാരിക്കാത്തതാണ് റീസൺ എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അവിടെ സംസാരിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. എല്ലാ കാര്യങ്ങളിലും പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മേൽ പറഞ്ഞ എല്ലാ റീസൺസിനും അതിനുള്ളിൽ തന്നെ പരിഹാരവും ഉണ്ട്. അപ്പോൾ നമുക്ക് എക്സ്ട്രാ മാരിറ്റൽ അഫയേഴ്സിലേക്ക് പോവാതെ തന്നെ അങ്ങനെയുള്ള കാര്യങ്ങൾ പ്രോപ്പറായിട്ട് നമുക്ക് സൊല്യൂഷൻ കണ്ടെത്താൻ പറ്റും എന്നുള്ളതാണ്. സോ തീർച്ചയായിട്ടും എക്സ്ട്രാ മാരിറ്റൽ അഫയേഴ്സ് എന്ന് പറയുന്നത് പലപ്പോഴും ഒരു തലവേദനയായിട്ടാണ് അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ടായിട്ടാണ് ഇതിലേക്ക് എൻറ്റേർഡ് ആയ ആളുകളും അല്ലെങ്കിൽ
ആരാണോ എൻഡേഡ് ആയിട്ടുള്ളത് അവരുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിക്കൊക്കെ ഇത് ബുദ്ധിമുട്ടായിട്ട് തന്നെയാണ് ഇതുവരെ പറഞ്ഞ എല്ലാ ആളുകളും അവരുടെ എക്സ്പീരിയൻസ് പറഞ്ഞിട്ടുള്ളത്. സോ ഇത്രയും കാരണം കൊണ്ട് ഒരു പക്ഷെ ഇതിനേക്കാൾ കൂടുതൽ ഉണ്ടായിരിക്കാം. എന്നാലും ഈ കാരണമൊക്കെ ഒരു എക്സ്ട്രാ മാരിറ്റൽ അഫയേഴ്സിലേക്ക് ലീഡ് ചെയ്യാനുള്ള സാധ്യതകളാണ് അല്ലെങ്കിൽ റീസൺസ് ആയി വരാറുണ്ട്. മാത്രമല്ല ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ ഇത് ഉപകാരപ്പെടുമെന്ന് തോന്നുന്ന ആളുകളിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത്. പുതിയ വീഡിയോസ് കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്